അടുത്തായി ഒ ടി ടി വന്നൊരു സിനിമയാണ് മൃദു ഫാവെ ദൃഢകൃത്യം. ഇതൊരു ചെറിയൊരു പടമാണ്. ഈ പടത്തിൽ എനിക്കാകെ അറിയാവുന്ന സീമാജി നായരെ മാത്രമേ ഉള്ളൂ. ഈ പടം പേഴ്സണലി ഞാൻ കണ്ടില്ല. ഈ പടം ഇപ്പോൾ ഒ ടി ടിയിൽ അവൈലബിൾ ആണ്. മനോരമ മാക്സിലാണ് പടം റിലീസായിരിക്കുന്നത്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് ഒ ടി ടി വന്നൊരു കിടുക്കാച്ചി ഒരു ഹിന്ദി സിനിമയാണ് ജോളി LLB 3. ജോളി LLBയിലെ മൂന്നാമത്തെ ചിത്രമാണ് ജോളി LLB 3. ഇത് അക്ഷയകുമാർ നായകനായിട്ടുള്ളൊരു കോടതി കോമഡി സിനിമയാണ് ജോളി LLB 3. പടം ഇപ്പോൾ ഒ ടി ടി നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ ആണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ഇന്ന് റിലീസായ ഒരു പടമാണ് വള. ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും അഭിനയിച്ച ഒരു അടിപൊളി പടമാണ് വള. ഈ പടത്തിൽ ഇവരെ കൂടാതെ അബു സലീം, വിജയരാഘവൻ തുടങ്ങിയവരും പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ശാന്തി കൃഷ്ണയുണ്ട്. ഈ പടം സൈനാപ്ലയിലാണ് ഒ ടി ടി റിലീസായിരിക്കുന്നത്. ഇന്നാണ് പടം റിലീസായിരിക്കുന്നത്. പടം മികച്ചൊരു അടിപൊളി ഒരു സിനിമയാണ് വള. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഒ ടി ടി റിലീസായ അടുത്തൊരു പടമാണ് ഇമ്പം. ലാലു അലക്സ്, ദീപക് പരമൂല്, മീര വാസുദേവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് ഇമ്പം. ഇമ്പം ഒക്ടോബർ 17, 2023 റിലീസായ ചിത്രം ഒക്ടോബർ 17 ഒ ടി ടി റിലീസായിട്ടുണ്ട്. അതായത് 2 വർഷത്തിന് ശേഷമാണ് പടം ഒ ടി ടിയിൽ വരുന്ന ഒരു റൊമാൻറ്റിക് ചിത്രമാണ് ഇമ്പം. ഈ പടത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ശ്രീജിത്താണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. അടുത്തായി ഒ ടി ടി റിലീസായ ഒരു കോമഡി തമിഴ് ചിത്രമാണ് കമ്പി കഥനകഥ. ഇത് ഒക്ടോബർ 17 റിലീസായ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. സിനിമ അടിപൊളി കോമഡി എൻ്റർടൈനർ മൂവിയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ഇന്ന് ഒ ടി ടി റിലീസായ ഒരു സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷ് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷാണ് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ. ഒരു യക്ഷിപ്പടമാണ് ഈ പടം. ഗായത്രി സുരേഷ് യക്ഷിയായിട്ട് അഭിനയിക്കുന്നൊരു സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് CS വിനായകനാണ്. പടം ഒ ടി ടിയിൽ ഇന്ന് അവൈലബിൾ ആണ്. അടിപൊളി ഒരു യക്ഷിപ്പടമാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ഒരു പേരാണ്. ഇതൊരു B ഗ്രേഡ് പടത്തിൻ്റെ ഒരു പേര് പോലെയാണ് എനിക്ക് തോന്നിയത്, തയ്യൽ മിഷൻ. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ പേടിച്ചോ ഇല്ലെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഒ ടി ടി കണ്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. നിങ്ങളെ ഞാനിന്ന് പേടിപ്പിച്ച് കൊല്ലും. പേടിക്കാൻ വേണ്ടി അടുത്തൊരു ഇംഗ്ലീഷ് പടം കൂടെ വന്നിട്ടുണ്ട്, ദ ആസ്ട്രോനറ്റ്. ത്രില്ലർ അമേരിക്കൻ സയൻസ് ഹൊറർ സിനിമയാണിത്. ഈ പടം ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പടം കണ്ടിട്ട് നിങ്ങൾ പേടിച്ചോ ഇല്ലെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിലൊരു മികച്ചൊരു സിനിമയാണ് ദ ആസ്ട്രോനട്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഇന്ന് റിലീസായ അടിപൊളി ഒരു അഡൽസോൺലി ചിത്രമാണ് മാമസൻ. ഒരു ഫിലിപ്പിനോ ചിത്രമാണ്. അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി സിനിമയാണ്. ഫിലിപ്പിനോ ചിത്രമാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്ന സിനിമയാണ് ബ്ലാക്ക് മെയിൽ. GV പ്രകാശ് നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് ബ്ലാക്ക് മെയിൽ. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MU മാരനാണ്. ചിത്രത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 121 മിനിറ്റാണ്. ഈ സിനിമ ഒക്ടോബർ 30 സൺലെസ്റ്റിൽ നമുക്ക് ഒ ടി ടി ആയിട്ട് റിലീസായിട്ടുണ്ട്. സിനിമ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. സിനിമ ഒരു ബിലോ ആവറേജ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. GV പ്രകാശാണ് പടത്തിൻ്റെ പ്രധാന കഥാപാത്രം. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് DSA ഒ ടി ടി തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയാണ് DSA. പ്രണവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 പടം റിലീസായത്. 113 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഡിസംബർ 25, അതായത് ക്രിസ്മസിൻ്റെ അന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. പടം ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായി ഒ ടി ടി റിലീസിന് വേണ്ടി തയ്യാറാക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ കിടുക്കാച്ചി സിനിമയായ ബസൂക്ക സംവിധാനം ചെയ്തിരിക്കുന്നത് ഡീനോ ഡെന്നീസാണ്. പടത്തിൽ മമ്മൂട്ടിയെ കൂടാതെ GVM ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ 10 റിലീസായ സിനിമയുടെ ദൈർഘ്യം വരുന്നത് 151 മിനിറ്റാണ്. പടം മനോരമ മാക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നവംബർ 10 മനോരമ മാക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു സിനിമയാണ്. ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടി കോംബോയിലെ ആദ്യത്തെ സിനിമയാണ് ബസൂക്ക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്തായി ഒ ടി ടി റിലീസിന് വരാൻ വേണ്ടിയിരിക്കുന്ന പടമാണ് ഗെറ്റ് സെറ്റ് ബേബി സംവിധാനം ചെയ്തിരിക്കുന്ന വിനയ് ഗോവിന്ദാണ്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ, ശ്യാം മോഹൻ,
ജോണി ആൻ്റണി, ചെമ്പൻ വിനോദ് എന്നിവരാണ്. മനോരമ മാക്സിൽ ചിത്രം നവംബർ 10 റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പടം നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ.